മലബാറിൽ പതിറ്റാണ്ടുകളായി കാത്തുസൂക്ഷിച്ച പാർട്ടി കോട്ടകളടക്കം തകർന്നടിഞ്ഞതോടെ നിലയില്ലാ കയത്തിലായി CPM. രൂക്ഷമായ വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ അണികളിൽ നിന്നും ഉയരുന്നത്. ഉറച്ച കോട്ടകൾ പോലും കൈവിട്ടത് നേതൃത്വത്തെയും ഞെട്ടിച്ചു. UDF തരംഗം എത്ര ആഞ്ഞടിച്ചാലും കൈവിടാത്ത ചില മണ്ഡലങ്ങൾ മലബാറിലുണ്ട് CPM-ന്. എന്നാൽ ഇത്തവണ അവയിൽ ബഹുഭൂരിപക്ഷവും പാർട്ടിയെ കൈവിട്ടു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഉരുക്കുകോട്ടകളാണ് തകർന്നടിഞ്ഞത്. ഇവിടെ BJP-യുടെ മുന്നേറ്റവും CPM-ന് കനത്ത തിരിച്ചടിയായി. കണ്ണൂരിലെ പയ്യന്നൂരും തളിപ്പറമ്പും പതിറ്റാണ്ടുകളായി CPM കൈയടക്കി വച്ചിരുന്ന മണ്ഡലങ്ങളാണ്. വൻ ഭൂരിപക്ഷത്തിലായിരുന്നു ഇവിടെ CPM സ്ഥാനാർത്ഥികളുടെ വിജയം. എന്നാൽ ഇത്തവണ പാർട്ടി വോട്ടുകൾ പോലും മറിച്ചായി. സുരക്ഷിത മണ്ഡലമെന്ന നിലയ്ക്ക് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ മുൻ മുഖ്യമന്ത്രി EK നായനാരടക്കം മത്സരിച്ചിരുന്ന മണ്ഡലമായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ CPM ഉരുക്കുകോട്ടകളായ തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും കൈവിട്ടതും പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. കോഴിക്കോട് ജില്ലയിലും സമാന സാഹചര്യം. 13 മണ്ഡലങ്ങളിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഇടത് വിജയം. മണ്ഡലം രൂപീകരിച്ചത് മുതൽ ഇടത് സ്ഥാനാർത്ഥി വിജയിച്ചിരുന്ന എലത്തൂർ കൈവിട്ടു. ബാലുശ്ശേരി, നാദാപുരം, പേരാമ്പ്ര തുടങ്ങിയ മണ്ഡലങ്ങളിലെ തോൽവിയും അപ്രതീക്ഷിതമായിരുന്നു. മലപ്പുറം ജില്ലയിൽ തിരൂർ, തവനൂർ മണ്ഡലങ്ങളിൽ മത്സരം കടുത്തതായിരുന്നെങ്കിലും പൊന്നാനി ഉറപ്പായും നേടുമെന്നായിരുന്നു ഇടത് കണക്കുകൂട്ടൽ. അത്രത്തോളം പാർട്ടി വോട്ടുകൾ ഉള്ള മണ്ഡലമാണ് പൊന്നാനി. എന്നാൽ മലപ്പുറത്തും ഇടതുപക്ഷം സംപൂജ്യരായി. സ്വപ്നത്തിൽ പോലും കാണാത്ത കനത്ത തോൽവി നേരിട്ടതോടെ അണികൾക്ക് മുൻപിൽ ഒന്നും പറയാനാകാത്ത അവസ്ഥയിലാണ് നേതൃത്വം. തോൽവിയെക്കുറിച്ച് നേതാക്കൾ ഇപ്പോഴും മൗനം തുടരുന്നു. ശിവദാസ് കന്മനം, ജനം, കോഴിക്കോട്.